വോട്ടർ പട്ടികയിൽ ജനന മരണ രജിസ്റ്ററുമായി ബന്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിലൂടെ മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വേഗത്തിലാക്കാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. നേരത്തെ മരിച്ച ആളുകൾ വന്ന് വോട്ട് ചെയ്ത് പോയി എന്ന പരാതി പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില സ്ഥലങ്ങളിൽ അക്കാര്യത്തിൽ തെളിവിട്ട് നടത്തുന്ന നടപടി എടുത്തിട്ടുമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനന മരണ രജിസ്റ്ററുമായി വോട്ടർ പട്ടിക ബന്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാനുള്ള അപേക്ഷ ലഭിക്കുന്നതുവരെ BLOമാർക്ക് കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു പക്ഷേ പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികളൊക്കെ ഉയരുന്നുണ്ട്. ഒരു പക്ഷേ ആ പരാതികളൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു പുതിയ നീക്കത്തിലൂടെ കഴിയും. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിപക്ഷം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. വലിയ തോതിൽ മരിച്ചവരുമൊക്കെ വന്ന് മരിച്ചവരുടെ വോട്ടുകൾ കള്ളവോട്ട് ചെയ്തു എന്നുള്ള തരത്തിലുള്ള. അപ്പോൾ ഇത്തരം പരാതികൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയെ മരണ ജനന രജിസ്റ്ററുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ രജിസ്ട്രാർ ഓഫ് ഡെത്തിൽ നിന്നും നേരിട്ട് ഓൺലൈനായി തന്നെ ആ വിവരം ലഭിക്കുന്നു. അപ്പോൾ BLOമാർക്ക് ഇതിൽ ഈ ഒഴിവാക്കൽ നടപടി വേഗത്തിലാക്കാൻ കഴിയും. മാത്രമല്ല, ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് പോയി ഒരു ഫിസിക്കൽ പരിശോധന നടത്താനും കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ പേര് ഒഴിവാക്കണമെങ്കിൽ ഫോം 7 പ്രകാരമുള്ള അപേക്ഷ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പ്രക്രിയ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ഓൺലൈനായി ബന്ധിപ്പിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. പെട്ടെന്ന് തന്നെ ആ പേരുകളൊക്കെ തന്നെ ഒഴിവാക്കാനും വോട്ടർ പട്ടിക പുതുക്കാനും സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും.